ഹലോ എവ്രിവൺ, എല്ലാവർക്കും BA സോഷ്യോളജി ഇലക്റ്റീവ് പേപ്പറായിട്ടുള്ള റീഡിംഗ് എത്നോഗ്രഫീസ് എന്ന് പറയുന്ന ഒരു പുതിയ ഏരിയയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് BSOE 144 റീഡിംഗ് എത്നോഗ്രഫീസ് എന്ന് പറയുന്ന പേപ്പറിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പക്ഷേ സോഷ്യോളജിയുടെ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്സ് മനസ്സിലാക്കാൻ, അതേപോലെ സോഷ്യോളജിക്കകത്ത് എഴുതപ്പെടുന്ന ഒരുപാട് വർക്കുകളുടെ അന്തസത്ത ഉൾക്കൊള്ളാനൊക്കെ നമ്മളെ തയ്യാറെടുപ്പിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ്. ഇലക്റ്റീവ് ആയിട്ടാണ് കൊടുത്തതെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സോഷ്യോളജി കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, സോഷ്യോളജിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേപ്പർ തന്നെയാണ് റീഡിംഗ് എത്നോഗ്രഫീസ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ. നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു പേപ്പറിൽ പറഞ്ഞതുപോലെ റീഡിംഗ് എത്നോഗ്രഫീസ് എന്ന് പറയുമ്പോൾ എത്നോഗ്രഫികൾ വായിക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് ചില പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ക്ലാസിക്കൽ വർക്കുകളായിട്ട് എത്നോഗ്രഫിക്കകത്ത് മനസ്സിലാക്കപ്പെടുന്ന ചില പ്രധാനപ്പെട്ട സ്കോളേഴ്സിന്റെ വർക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് എത്നോഗ്രഫി, അതേപോലെ എത്നോഗ്രഫിയുടെ ഡെവലപ്മെന്റ്, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, അതേപോലെ എത്നോഗ്രഫിക്ക് അകത്ത് നടക്കുന്ന പലതരത്തിലുള്ള ഡിബേറ്റുകൾ, ഡെവലപ്മെന്റുകൾ, ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ടുള്ള ഒരു പേപ്പറാണ്. നമ്മൾ ഇതിന്റെ ഒരു ക്രക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പേപ്പറാണ് ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്കോളേഴ്സ്, ഇതിൻ്റെ അകത്ത് വരുന്ന ഒരുപാട് സ്കോളേഴ്സിന്റെ പേരുകൾ, അവരുടെ വർക്കിന്റെ പേരുകൾ, ഇവയൊക്കെ ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വർക്കുകൾക്ക് അകത്ത് എന്താണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള സംഗതികളെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യും. ആദ്യമായിട്ട് നിങ്ങൾ ഈ എത്നോഗ്രഫി എന്ന് പറയുന്ന വേർഡ് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ ആയിരിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മെത്തഡോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എത്നോഗ്രഫി എന്ന് പറയുന്ന ഒരു മെത്തഡോളജിയെ കുറിച്ച് പഠിക്കാറുണ്ട്. എത്നോ എന്നുള്ള വാക്ക് നിങ്ങൾക്കെല്ലാം എത്നോളജി അല്ലെങ്കിൽ എത്നോ എന്ന് പറയുന്ന ആ ഒരു ടേം, കൾച്ചർ എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ പലപ്പോഴും പ്രയോഗിക്കപ്പെടുന്ന ആ ഒരു ടേം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പരിചിതമാണ്. എത്നോ എന്ന് പറയുമ്പോൾ ഒരു ഗ്രീക്ക് ടേം ആണ്. പീപ്പിൾ, റേസ്, കൾച്ചറൽ ഗ്രൂപ്പ് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ടേം ആണ് എത്നോ എന്ന് പറയുന്നത്. ഗ്രഫീസ് എന്ന് പറയുന്നത് എഴുത്ത്, റൈറ്റിങ്ങിനൊക്കെ സൂചിപ്പിക്കാനായിട്ടാണ് പലപ്പോഴും ഗ്രഫീസ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. സയൻസ് ഓഫ് സ്റ്റഡിയിങ് കൾച്ചർ, പീപ്പിൾസ് വേ ഓഫ് ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എത്നോഗ്രഫിയെ ഡിഫൈൻ ചെയ്യാം. പക്ഷെ ഒരു ചെറിയ ഡെഫിനിഷനകത്ത് ഒതുങ്ങുന്ന ഒരു പ്രോസസ് അല്ല എത്നോഗ്രഫിയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും എത്നോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ ഒരു മെത്തേഡായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ എത്നോഗ്രഫി എന്ന് പറയുന്നത് കേവലം മെത്തേഡ് മാത്രമായിട്ട്, ഒരു ടൂളായിട്ട്, പഠിക്കാനുള്ള ഒരു ടൂളായിട്ട് മാത്രം മനസ്സിലാക്കപ്പെടുന്ന ഒന്നല്ല. നേരെ മറിച്ച് അതിൽ കൂടുതലായിട്ട് ഈ പഠിക്കുന്ന സംഗതിയെ എഴുതുന്ന പ്രോസസ്സിനു കൂടി നമ്മൾ എത്നോഗ്രഫി എന്ന് പറയാറുണ്ട്. അതായത് മെത്തേഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഫീൽഡ് വർക്ക്. ബ്രോണിസ്ലോവ് മെലിനോസ്കി എന്ന് പറയുന്ന സ്കോളറെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആന്ത്രപ്പോളജിസ്റ്റ് ആയിരുന്നു. ഫീൽഡ് വർക്ക് ഒരുപക്ഷെ ഇത്ര സയന്റിഫിക് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, ഫീൽഡ് നോട്ട് തുടങ്ങിയിട്ടുള്ള സംഗതികളുടെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു സ്കോളറാണ്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ പോലെയുള്ള സ്കോളേഴ്സ് ആണ് എത്നോഗ്രഫിക്ക് ഒരുപക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് കുറിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫീൽഡ് വർക്ക്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡുകൾ, ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും തമ്മിലുള്ള ഡിഫറൻസുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പഠനങ്ങൾ, അതായത് നമുക്ക് നമ്പേഴ്സ് യൂസ് ചെയ്യാതെ, മെഷർമെന്റ്സ് യൂസ് ചെയ്യാതെ, സർവേ മെത്തേഡുകളൊന്നും യൂസ് ചെയ്യാതെ, കൗണ്ട് ചെയ്യാത്ത ന്യൂമറിക്കൽ ലെറ്റേഴ്സിൽ, ന്യൂമറിക്കൽ റെപ്രസെന്റേഷനിലൂടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാത്ത, എഴുതാത്ത നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റേറ്റീവ് വശങ്ങളെ കുറിച്ചുള്ള
പഠനത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡാണ് എത്നോഗ്രഫി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മെത്തേഡാണ്. അതിന്റെ കൂടെ തന്നെ ഈ മെത്തേഡിലൂടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എഴുത്തുകൾക്ക്, വർക്കിന് നമ്മൾ ടോട്ടലി എത്നോഗ്രഫി എന്ന് വിളിക്കാറുണ്ട്. ഇന്ന് ഒരുപാട് എത്നോഗ്രഫീസ് നമുക്ക് അവൈലബിൾ ആണ്. സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ഡിസിപ്ലിനെ കുറിച്ച്, സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രപ്പോളജിയും ഒരുമിച്ച് വളർന്നിട്ടുള്ള, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഒരേ സബ്ജക്ട് മാറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിന്റെ എൻഡിൽ ഇന്ത്യയിലൊക്കെ തന്നെ പ്രത്യേകിച്ചും വളരെ ക്ലോസ് ആയിട്ട് വളർന്നിട്ടുള്ള സബ്ജക്റ്റുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എത്നോഗ്രഫി എന്ന് പറയുന്നത് നമുക്ക് സോഷ്യോളജിയിലും സോഷ്യൽ ആന്ത്രപ്പോളജിയിലും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒന്നാണ്. നമ്മൾ അതിന്റെ തുടക്കം ക്ലാസിക്കൽ ആന്ത്രപ്പോളജിയിലൊക്കെയാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. എത്നോഗ്രഫിയുടെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ ആന്ത്രപ്പോളജിയുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലൊക്കെയാണ് നമുക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഏതായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവർവ്യൂ, ഈ ഒരു സബ്ജക്റ്റിന്റെ, ഈ ഒരു പേപ്പറിന്റെ ഓവർവ്യൂ തരാനായിട്ടാണ്. ഈ ഒരു പേപ്പർ നമുക്ക് 3 ബ്ലോക്കുകളായിട്ട് തിരിച്ചതായിട്ട് കാണാം. ടോട്ടലി 16 ചാപ്റ്റേഴ്സ്, 16 യൂണിറ്റ്സ് ഈ ഒരു പേപ്പറിന്റെ അകത്തുണ്ട്. എല്ലാം ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബ്ലോക്കുകൾ ഏതാണ്, ഈ യൂണിറ്റുകൾ ഏതാണ് എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് തീംസ് ഇൻ എത്നോഗ്രഫീസ് ആണ്. എത്നോഗ്രഫിക്ക് അകത്തുള്ള തീമുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്നോഗ്രഫിയുടെ ഒരു ഡെവലപ്മെന്റ് ആണ് ഇതിന്റെ അകത്ത് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് സ്വാഭാവികമായിട്ടും എത്നോഗ്രഫിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ, അണ്ടർസ്റ്റാൻഡിങ് എത്നോഗ്രഫി, എന്താണ് എത്നോഗ്രഫി, ടോട്ടലി നമ്മൾ ഏതൊക്കെ പ്രോസസ്സിനെ, എന്തൊക്കെ സംഗതികളെ എത്നോഗ്രഫി എന്ന് വിളിക്കാറുണ്ട്, എങ്ങനെ എത്നോഗ്രഫി ഐഡന്റിഫൈ ചെയ്യാം, എത്നോഗ്രഫിയുടെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ കവർ ചെയ്യുന്നുണ്ട്. പിന്നീട് അത് നമ്മൾ ഈ ഒരു എത്നോഗ്രഫിയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. കൊളോണിയൽ എത്നോഗ്രഫി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലാസിക്കൽ എത്നോഗ്രഫിയുടെ ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ സ്പെസിഫിക്കലി എങ്ങനെയാണ് എത്നോഗ്രഫി വളർന്നു വന്നിട്ടുള്ളത്, ഗ്ലോബൽ എത്നോഗ്രഫി, ഒരു നാഷണൽ ലെവലിലൊന്നും അല്ലാതെ തന്നെ ഗ്ലോബലി എങ്ങനെയാണ് എത്നോഗ്രഫിയുടെ വളർച്ച, തുടങ്ങിയിട്ടുള്ള 5 യൂണിറ്റുകളാണ് ഫസ്റ്റ് ബ്ലോക്കിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സെക്കൻഡ് ബ്ലോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എത്നോഗ്രഫിക് കേസസ് ആണ് സെക്കൻഡ് ബ്ലോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഓരോ സമയത്തും നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിയേണ്ടുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കോളേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകളാണ് ഈ ഒരു സെക്കൻഡ് ബ്ലോക്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ വർക്കുകളൊക്കെ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് ചാൻസ് കിട്ടിയാൽ പറ്റുമെങ്കിൽ ഈ ഒരു പാഠഭാഗങ്ങൾ വായിക്കുന്ന സമയത്ത് തന്നെ, പഠിക്കുന്ന സമയത്ത് തന്നെ അവയുടെ PDF കളക്ട് ചെയ്തിട്ടൊക്കെ തന്നെ വായിക്കാനായിട്ടൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് MAക്കും PGക്കും അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന PhDയുടെ ഒക്കെ സമയത്തൊക്കെ തന്നെ ഒരുപാട് ഉപകാരപ്പെടുന്ന വർക്കുകളാണ് എത്നോഗ്രഫിക് കേസസ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് 6 നോക്കിക്കഴിഞ്ഞാൽ മെൽനോസ്കിയുടെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫീൽഡ് വർക്ക് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബ്രോണിസ്ലോ മെൽനോസ്കിയുടെ ആർഗ്നോട്ട്സ് ഓഫ് ദ വെസ്റ്റേൺ പസഫിക്, അദ്ദേഹത്തിന്റെ ഏറ്റവും സെമൈനൽ വർക്ക്സ് എന്നൊക്കെ പറയാവുന്ന ഒരു വർക്കാണ്. അപ്പൊ അതാണ് യൂണിറ്റ് 6ൽ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 7ന്റെ അകത്ത് കമ്മിങ് ഓഫ് ഏജ് ഇൻ സമോവ, മാർഗരറ്റ് മീഡ് എന്ന് പറയുന്ന സ്കോളറുടെ വർക്കാണ്. യൂണിറ്റ് 8ന്റെ അകത്ത് റിലീജിയൻ ആൻഡ് സൊസൈറ്റി അമംഗ് ദ കൂക്സ് ഇൻ സൗത്ത് ഇന്ത്യ, MN ശ്രീനിവാസ്, നിങ്ങൾക്ക് അറിയാവുന്ന വർക്കായിരിക്കും, നിങ്ങൾക്ക് അറിയാവുന്ന സ്കോളറാണ്. ഇന്ത്യൻ സോഷ്യോളജി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്കോളറാണ് MN ശ്രീനിവാസ്. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്ക്. വീണ്ടും യൂണിറ്റ് 9ന്റെ അകത്ത് മുക്കുവർ വുമൺ, ജെൻഡർ, ഹെജിമണി ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഇൻ സൗത്ത് ഇന്ത്യൻ ഫിഷിംഗ് കമ്മ്യൂണിറ്റി, കൽപ്പന റാം. മുക്കുവർ കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള സ്പെസിഫിക്കലി അവിടുത്തെ വുമൺ ഫോക്സിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ ഒരു
യൂണിറ്റിന്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യൂണിറ്റ് 10 നോക്കിക്കഴിഞ്ഞാൽ സ്ട്രാറ്റജംസ് ആൻഡ് സ്പോയിൽസ്, സോഷ്യൽ ആന്ത്രപ്പോളജി ഓഫ് പൊളിറ്റിക്സ്. FG ബെയ്ലി എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഈ ഒരു വർക്ക്, പക്ഷെ പൊളിറ്റിക്സിന്റെ അകത്ത് സെക്ടേറിയനിസത്തിനൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത്, പൊളിറ്റിക്കൽ ഡിവിഷൻസ്, പൊളിറ്റിക്കൽ ഗെയിംസിനൊക്കെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആളുകൾ വീണ്ടും വീണ്ടും റെഫർ ചെയ്യുന്ന ഒരു സ്കോളറാണ് FG ബെയ്ലി. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്ക് ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും യൂണിറ്റ് 11 നോക്കിക്കഴിഞ്ഞാൽ സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി, വില്യം ഫൂട്ട് വൈറ്റ് എന്ന് പറയുന്ന സ്കോളറുടെ സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി. ഇത് ഒരുവിധം പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെല്ലാം അവരുടെ ബാച്ചിലേഴ്സ് ഡിഗ്രിക്കകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വർക്കാണ്. വളരെ ഈസി ആയിട്ട് വായിക്കാൻ കഴിയുന്ന, എന്നാൽ ഒരുപാട് സംഗതികൾ ഫീൽഡ് വർക്കിനെ കുറിച്ച് എങ്ങനെ ചെയ്യാം, എങ്ങനെ ചെയ്യരുത്, എന്തൊക്കെ ചെയ്യണം ചെയ്യരുത്, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഒക്കെ കുറിച്ചുള്ള വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് തരുന്ന ഒരു വർക്കാണ് സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി. അപ്പൊ ഇത്രയും യൂണിറ്റ്സ് ആണ്, 6 യൂണിറ്റ്സ് ആണ് സെക്കൻഡ് ബ്ലോക്കിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി തേർഡ് ബ്ലോക്കിൽ എത്നോഗ്രഫിക് പ്രാക്ടീസസ് ആൻഡ് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു ബ്ലോക്കിന്റെ അകത്ത് ഡിബേറ്റ്സ് ഓൺ ഡൂയിങ് എത്നോഗ്രഫി, എത്നോഗ്രഫി ചെയ്യുന്നതിനെ കുറിച്ചുള്ള പല കോണിൽ നിന്നുള്ള പെർസ്പെക്ടീവ്സിൽ നിന്നുള്ള ഡിബേറ്റ്സ് ആണ് ഫസ്റ്റ് യൂണിറ്റിലുള്ളത്. വീണ്ടും സയന്റിഫിക് എത്നോഗ്രഫി, എന്താണ് സ്പെസിഫിക്കലി സയന്റിഫിക് ആയിട്ടുള്ള എത്നോഗ്രഫി എന്ന് വിളിക്കുന്നത്. അതേപോലെ യൂണിറ്റ് 13ന്റെ അകത്ത് എത്നോഗ്രഫി, ഫെമിനിസ്റ്റ് ക്രിട്ടിക് ടു എത്നോഗ്രഫി, എത്നോഗ്രഫിയോടുള്ള ഫെമിനിസ്റ്റ് വിമർശനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആയിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇന്റർപ്രറ്റീവ് എത്നോഗ്രഫി ഒരു ടൈപ്പ് ഓഫ് എത്നോഗ്രഫിയാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഉണ്ടാവും. യൂണിറ്റ് 15 എന്ന് പറയുന്നത് എത്തിക്സ് ആൻഡ് എത്നോഗ്രഫി. ഇത് വീണ്ടും എത്നോഗ്രഫിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ്. എത്നോഗ്രഫി ചെയ്യുന്ന സമയത്തും എഴുതുന്ന സമയത്തൊക്കെ നമ്മൾ പാലിക്കേണ്ട എത്തിക്സിനെ കുറിച്ചുള്ള ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ ഇത്രയും യൂണിറ്റ്സ് ആണ് നമുക്ക് 3 ബ്ലോക്കുകളായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഓരോ യൂണിറ്റിന്റെ അകത്തും ഏതൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ സ്പെസിഫിക്കലി കവർ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ഓടിച്ചു പോവുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റ് അണ്ടർസ്റ്റാൻഡിങ് എത്നോഗ്രഫി. ഈ ഒരു യൂണിറ്റിന്റെ അകത്ത് എത്നോഗ്രഫിയുടെ തന്നെ ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ്, അത് എങ്ങനെയാണ് വളർന്നത്, അതിന്റെ ഹിസ്റ്ററി എന്താണ്, എന്താണ് എത്നോഗ്രഫി തുടങ്ങിയിട്ടുള്ള ലാർജർ ഡിസ്കഷൻ അതിന്റെ അകത്ത് നടക്കുന്നുണ്ട്. പ്രീ റിക്വസിറ്റ്സ് ഓഫ് റൈറ്റിംഗ് എത്നോഗ്രഫി, എത്നോഗ്രഫി എഴുതുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതിന് മുൻപേ ആവശ്യമായിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതേപോലെ എത്നോഗ്രഫി ടുഡേ, ഇന്ന് എവിടെയാണ് ഈ എത്നോഗ്രഫി എത്തി നിൽക്കുന്നത്. പലപ്പോഴും എത്നോഗ്രഫി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓട്ടോ എത്നോഗ്രഫി, ഓൺലൈൻ എത്നോഗ്രഫി എന്നൊക്കെ പറയുന്ന രൂപത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത വശങ്ങളിലേക്ക് സോഷ്യോളജിയുടെ, ആന്ത്രപ്പോളജിയുടെ ഒക്കെ പഠനം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അത്തരം സംഗതികളെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണ് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു യൂണിറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൊളോണിയൽ എത്നോഗ്രഫിയാണ് സെക്കൻഡ് യൂണിറ്റ്. ഇതിന്റെ അകത്ത് എങ്ങനെയാണ് കൊളോണിയൽ എത്നോഗ്രഫീസ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ കൊളോണിയൽ ഇന്ത്യക്കകത്തുള്ള എത്നോഗ്രഫി എൻക്വയറീസിനെ കുറിച്ച്, അതിലെ പ്രധാനപ്പെട്ട ആളുകളും അവരുടെ വർക്കുകളും, പ്രധാനപ്പെട്ട സ്കോളേഴ്സും അതിന്റെ വർക്കുകളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എത്നോഗ്രഫിക് പ്രാക്ടീസസിന്റെ പലതരത്തിലുള്ള ട്രെൻഡുകൾ, പ്രത്യേകിച്ച് പ്രീ കൊളോണിയൽ പീരീഡിലും പോസ്റ്റ് കൊളോണിയൽ പീരീഡിന്റെ ഒക്കെ സമയത്ത് തന്നെ, കൊളോണിയലിസത്തിന് മുമ്പും ശേഷമൊക്കെ ഉള്ള സമയത്തുള്ള എത്നോഗ്രഫിക് പ്രാക്ടീസസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതേപോലെ പോസ്റ്റ് 1960s കൊളോണിയലിസം ഒക്കെ ലോകത്ത് അവസാനിച്ചതിന് ശേഷമുള്ള ഒരു എത്നോഗ്രഫിക് വേൾഡിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ആ ഒരു ഭാഗത്ത് ലാസ്റ്റ് നടക്കുന്നത്. ഓക്കെ, ഇനി യൂണിറ്റ് 3 നോക്കിക്കഴിഞ്ഞാൽ ക്ലാസിക്കൽ എത്നോഗ്രഫിയാണ്. അതിൻ്റെ അകത്ത് എത്നോഗ്രഫി, അണ്ടർസ്റ്റാൻഡിങ് എത്നോഗ്രഫി എന്നുള്ള ഒരു പാർട്ട് ഉണ്ട്. വീണ്ടും എത്നോഗ്രഫി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ ക്ലാസിക്കൽ എത്നോഗ്രഫിയുടെ ഈ സൈൻ പോസ്റ്റുകൾ, അത് അതിൻ്റെ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജസ് അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലാസിക്കൽ എത്നോഗ്രഫിയിൽ നിന്ന് മുന്നോട്ട് പോകുന്നത് എങ്ങനെയൊക്കെയാണ്, മൂവിങ് അഹെഡ് എന്ന് പറയുന്ന ഒരു പാർട്ടിന്റെ അകത്ത് നമുക്ക് ഒരുപാട് അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. യൂണിറ്റ് 4 ഇന്ത്യൻ എത്നോഗ്രഫി എന്ന് പറയുന്ന യൂണിറ്റിന്റെ അകത്ത് മോഡേൺ ആന്ത്രപ്പോളജി ഓഫ് ഇന്ത്യ, ഇന്ത്യക്കകത്ത് ആന്ത്രപ്പോളജിയുടെ ഒരു മോഡേൺ ഫോം എങ്ങനെയാണ് രൂപം കൊണ്ടിട്ടുള്ളത് എന്നുള്ളത്
അതേപോലെ ഇന്ത്യൻ ആന്ത്രപ്പോളജിസ്റ്റുകൾ ഏതൊക്കെ രീതിയിൽ എത്നോഗ്രഫിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതും, ഇന്ത്യൻ ആന്ത്രപ്പോളജിയുടെ തന്നെ വേരിയസ് ഫേസസ്, ഇത് നിങ്ങൾ മുൻപ് സോഷ്യോളജിയുടെ കേസിൽ പഠിച്ചിട്ടുണ്ടാവും. ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ഒരുപാട് ഫേസസ് നമുക്ക് ഇന്ത്യൻ ആന്ത്രപ്പോളജിയിൽ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു, ആന്ത്രപ്പോളജിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്നോഗ്രഫിയുടെ ഒരു ഒറിജിനേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ആന്ത്രപ്പോളജിയുടെ വേരിയസ് ഫേസസ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. യൂണിറ്റ് 5ന്റെ അകത്ത് ഗ്ലോബൽ എത്നോഗ്രഫി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. ഇതിന്റെ അകത്ത് അണ്ടർസ്റ്റാൻഡിങ് ഗ്ലോബലൈസേഷൻ ആൻഡ് എത്നോഗ്രഫി, എത്നോഗ്രഫിയെ സ്പെസിഫിക്കലി എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ എഫക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ എത്നോഗ്രഫിക്ക് അൾട്ടർനേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ള, പകരക്കാരനായിട്ട് വന്നിട്ടുള്ള വേരിയസ് അപ്രോച്ചസ്, അതേപോലെ തന്നെ ഗ്ലോബൽ എന്ന് പറയുന്ന ഐഡിയ ലൊക്കേറ്റ് ചെയ്യുക, ട്രാൻസ്നാഷണൽ ഒരുപാട് നേഷൻസിന്റെ ഇടയിലുള്ള ട്രാൻസ്നാഷണൽ ടൈപ്പ് ഓഫ് എത്നോഗ്രഫിക്കകത്ത് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ ലൊക്കേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സോഷ്യൽ എന്ന് പറയുന്ന, നമ്മൾ പലപ്പോഴും ക്ലാസിക്കൽ ആന്ത്രപ്പോളജിക്കകത്തൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള സോഷ്യൽ എന്ന് പറയുന്ന ഐഡിയ എങ്ങനെയാണ് ഗ്ലോബൽ എത്നോഗ്രഫി റീഡിഫൈൻ ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത് എന്നുള്ളത്, അതേപോലെ ഗ്ലോബൽ എത്നോഗ്രഫിക്ക് വന്നിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഇഷ്യൂസും ചാലഞ്ചസും, ഇത്തരം സംഗതികളൊക്കെ നമുക്ക് യൂണിറ്റ് 5ന്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. യൂണിറ്റ് 6 നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ബ്ലോക്കിലേക്ക് കടന്നു. ആർഗനോട്സ് ഓഫ് ദ വെസ്റ്റേൺ പസഫിക്, ബി മൽനോസ്കി, ബ്രോണിസ്ലോ മെൽനോസ്കിയുടെ ഏറ്റവും സെമൈനൽ ആയിട്ടുള്ള വർക്കാണ്. അതിന്റെ ഒരു ടെക്സ്റ്റ് ആണ് നിങ്ങൾ സൈഡിൽ കാണുന്നത്. സബ്ജക്ട് ആൻഡ് മെത്തേഡ് ഓഫ് ദിസ് എൻക്വയറി, ഈ ഒരു എൻക്വയറിയുടെ സബ്ജക്ട് ആരായിരുന്നു, അതിന്റെ മെത്തേഡ് എന്തായിരുന്നു എന്നുള്ളത്, കുള ഡിസ്ട്രിക്ട് ആൻഡ് ട്രോബ്രിയാൻഡേഴ്സിനെ കുറിച്ചുള്ള അദ്ദേഹം പഠിച്ചിട്ടുള്ള ഏരിയ ആണ്. അതിന്റെ ഒരു ഓവർവ്യൂ ഉണ്ട്. മാജിക്കോ റിലീജിയസ് ഐഡിയാസ് ഓഫ് ട്രോബ്രിയാൻഡേഴ്സ്, ട്രോബ്രിയാൻഡ് ഐലൻഡേഴ്സിന്റെ മാജിക്കോ റിലീജിയസ് ആയിട്ടുള്ള ഐഡിയാസിനെ കുറിച്ച് കുള റിംഗ് എന്ന് പറയുന്ന അദ്ദേഹം പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതിന്റെ എസെൻഷ്യൽസ്, അതിന്റെ മീനിങ്, അതേപോലെ കാനോസ് ആൻഡ് സെയിലിംഗ്, സെറിമോണിയൽ ബിൽഡിംഗ് ഓഫ് എ കാനോ ആണ് നിങ്ങൾ സൈഡിൽ ആ ഒരു ടെക്സ്റ്റിന്റെ അകത്ത് പിക്ചർ ആയിട്ട് കാണുന്നത്. അപ്പൊ അതിന്റെ ബിൽഡിങ്ങും അതേപോലെ തന്നെ അതിന്റെ സെയിലിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിച്വൽസും ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലിസ്റ്റ് ഓഫ് ഗിഫ്റ്റ്സ്, പേയ്മെന്റ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ്, അവിടെയുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു ബുക്കിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രക്സുകളൊക്കെ നിങ്ങൾക്ക് വളരെ ഷോർട്ട് ആയിട്ടുള്ള രൂപത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി യൂണിറ്റ് 7ൽ കമ്മിങ് ഓഫ് ഏജ് ഇൻ സമോവ, മാർഗരറ്റ് മീഡ് എന്ന് പറയുന്ന ഒരു വീണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കോളറാണ്. അവരുടെ വർക്കാണ്. അപ്പോൾ ഈ ഒരു എത്നോഗ്രഫിക് റിസർച്ചിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ അതിന്റെ അകത്ത് കവർ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ആയിട്ടുള്ള ഇഷ്യൂസ് ഏതൊക്കെയാണ്, തിയററ്റിക്കൽ പെർസെപ്ഷൻസ് ഇൻ റീഡിംഗ്, കമ്മിങ് ഓഫ് ഏജ് ഇൻ സമോവ, അതിന്റെ തിയററ്റിക്കൽ പെർസെപ്ഷൻസ്, റിസപ്ഷൻ ആൻഡ് ലെഗസി ഓഫ് മാർഗരറ്റ് മീഡ്സ് കമ്മിങ് ഓഫ് ഏജ് ഇൻ സമോവ, എങ്ങനെയാണ് ആളുകൾ ഈ ഒരു വർക്കിനെ സ്വീകരിച്ചിട്ടുള്ളത്, അതിന്റെ ഒരു ലെഗസി എന്താണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി 8th യൂണിറ്റിൽ എം എൻ ശ്രീനിവാസന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് റിലീജിയൻ ആൻഡ് സൊസൈറ്റി അമംഗ് ദ കൂക്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വർക്കാവും, എന്നാലും ഈ ഒരു വർക്കിന്റെ അകത്ത് എന്താണ് ശരിക്കും അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിന്റെ അകത്ത് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. കൂർഗിലുള്ള സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് റിച്വൽ ഇഡിയംസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഉണ്ട്. ദ കൾട്ട് ഓഫ് ദി ഒക്ക എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്കഷൻ ഉണ്ട്. ദ കൾട്ട്സ് ഓഫ് ദ ലാർജർ സോഷ്യൽ യൂണിറ്റുകൾ, കാസ്റ്റ് ഒക്കെ പോലെയുള്ള സംഗതികളുടെ ഡിസ്കഷൻ ഉണ്ട്. ഹിന്ദുയിസം, റിലീജിയൻ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പാർട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതായത് ബേസിക്കലി നമ്മൾ പലപ്പോഴും സ്കോളറുടെ പേരും ബുക്കിന്റെ പേരും മാത്രം പഠിച്ചു പോകുന്ന സ്ഥാനത്ത് നമ്മൾ അതിന്റെ ഡീറ്റെയിലേക്ക് ഇറങ്ങിക്കൊണ്ട് പഠിക്കാനായിട്ട് പോവുകയാണ് എന്ന് ചുരുക്കം. ഇനി യൂണിറ്റ് 9 നോക്കിക്കഴിഞ്ഞാൽ മുക്കുവർ വുമൺ, ജെൻഡർ ഹെജുമണി ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഇൻ സൗത്ത് ഇന്ത്യൻ ഫിഷിംഗ് കമ്മ്യൂണിറ്റി, കൽപ്പന റാം എന്ന് പറയുന്ന ഒരു സ്കോളറുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്. മുക്കുവർ സൊസൈറ്റിയെ മനസ്സിലാക്കുക, പ്രത്യേകിച്ച് മുക്കുവർ കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ള വുമൺ ഫോക്സിനെ മനസ്സിലാക്കുക, വുമൻസ് ലൈഫിലുള്ള ഡിഫറെന്റ് സ്റ്റേജസ് ഒക്കെ
അവര് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് മാരേജ് ആസ് എ സ്റ്റെപ്പ് ടുവേർഡ്സ് പവർ. മാരേജിനെ ഒരു പവറിലേക്കുള്ള ഒരു സ്റ്റെപ്പായിട്ട് സ്ത്രീകളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുമ്പോൾ അത് അവർക്ക് കൊടുക്കുന്ന സേഫ്റ്റിയെ കുറിച്ചൊക്കെയുള്ള ഡിസ്കഷൻസ് ഒക്കെ ഈ ഒരു എത്നോഗ്രഫിയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി 10th യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രാറ്റജംസ് ആൻഡ് സ്പോയിൽസ് എ സോഷ്യൽ ആന്ത്രപ്പോളജി ഓഫ് പൊളിറ്റിക്സ്. FG ബെയ്ലിയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അതിന്റെ അകത്ത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ ഒരു ഗെയിമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ്. അതേപോലെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ലീഡർ എന്ന് പറയുന്ന ആളുടെ പൊസിഷൻ എന്താണ്, അതേപോലെ പൊളിറ്റിക്സിന്റെ അകത്തുള്ള ചേഞ്ചിനെയും ഡിസോർഡറിനെയും ഒക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, തിയറൈസ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിന്റെ വർക്കിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലൊക്കേറ്റിംഗ് ദ പൊളിറ്റിക്കൽ സ്ഫിയർ വിത്തിൻ ദ ലാർജർ സൊസൈറ്റി. ലാർജർ സൊസൈറ്റിക്ക് അകത്ത് പൊളിറ്റിക്കൽ സ്ഫിയറിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി യൂണിറ്റ് 11 നോക്കിക്കഴിഞ്ഞാൽ സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി. വില്യം ഫോർട്ട് വൈറ്റിന്റെ സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എത്നോഗ്രഫിക് വർക്കാണ്. കോർണർ ബോയ്സ് വേഴ്സസ് കോളേജ് ബോയ്സ്, സോഷ്യൽ റിലേഷൻസ് ആൻഡ് ലീഡർഷിപ്പ് പാറ്റേൺസ്, ഇതൊക്കെ ഇത് ഈ ഒരു വർക്കിന്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. റാക്കറ്റിയറിംഗ്, പൊളിറ്റിക്സ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ, അതേപോലെ മെത്തഡോളജിക്കൽ കോൺട്രിബ്യൂഷൻ. ഈ ഒരു സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ഒരു മെത്തഡോളജിക്കൽ കോൺട്രിബ്യൂഷൻ ആണ്. എങ്ങനെ ഫീൽഡ് വർക്ക് ചെയ്യാം, എങ്ങനെ ചെയ്യരുത്, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ സ്ട്രീറ്റ് കോർണർ സൊസൈറ്റിയാണ് നമുക്ക് ശരിക്കും പറഞ്ഞു തരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. ഈ ഒരു വർക്കിനെതിരെ വന്നിട്ടുള്ള പ്രത്യേകിച്ച് എത്തിക്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രിട്ടീക്കുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി 12th യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡിബേറ്റ്സ് ഓൺ ഡൂയിങ് എത്നോഗ്രഫി. എത്നോഗ്രഫി ചെയ്യുന്നതിനെ കുറിച്ചുള്ള വേരിയസ് ഡിബേറ്റ്സ് ആണ്. എത്നോഗ്രഫിക് ട്രഡീഷനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്. എത്നോഗ്രഫിയിൽ തന്നെ വന്നിട്ടുള്ള പുതിയ തരം അപ്രോച്ചസിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഉണ്ട്. ട്വിൻ പെർസ്പെക്റ്റീവ്സ് ഇൻ എത്നോഗ്രഫി എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് മെത്തഡോളജി ഇൻ എത്നോഗ്രഫി. എത്നോഗ്രഫിക്ക് അകത്ത് മെത്തഡോളജിയെ കുറിച്ചുള്ള പ്രിൻസിപ്പിൾസിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് ഒക്കെ തിയറിറ്റിക്കൽ പാർട്ടാണ്. യൂണിറ്റ് 13 നോക്കിക്കഴിഞ്ഞാൽ സയന്റിഫിക് എത്നോഗ്രഫി എന്ന് പറയുന്ന പാർട്ടാണ്. സയന്റിഫിക് എത്നോഗ്രഫിയുടെ പാസ്റ്റും പ്രസന്റും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് സയന്റിഫിക് എത്നോഗ്രഫി എന്നുള്ള ഡിസ്കഷൻ ഉണ്ട്. സയന്റിഫിക് റെപ്രസെന്റിങ് സയന്റിഫിക് എത്നോഗ്രഫി, സയന്റിഫിക് എത്നോഗ്രഫിയുടെ റെപ്രസെന്റേഷനെ കുറിച്ചുള്ള ഡിസ്കഷൻ, അതിന്റെ ഡാറ്റ കളക്ഷൻ, ഇൻഫർമേഷൻ റെക്കോർഡിംഗ് ആൻഡ് ഫീൽഡ് നോട്ട്സ്, അതായത് ഡാറ്റ കളക്ഷനും അതിനുശേഷം വരുന്ന സ്റ്റേജസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഉണ്ട്. അതേപോലെ എത്നോഗ്രഫിക് റൈറ്റിംഗ്, അതെങ്ങനെ എഴുതാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഈ ഒരു ഫെമിനിസ്റ്റ് ക്രിട്ടിക് ഓഫ് എത്നോഗ്രഫി എന്ന് പറയുന്ന യൂണിറ്റ് 14ന്റെ അകത്ത് നമുക്കറിയാം ഒരുവിധം പ്രധാനപ്പെട്ട ക്ലാസിക്കൽ ട്രഡീഷൻസിനൊക്കെ ഒരു സമയത്ത് 1960s 70s ശേഷം ഫെമിനിസ്റ്റ് ക്രിട്ടിക്കുകൾ ഉയർന്നു വരുന്നുണ്ട്. അത് ഒരുപാട് മാറ്റങ്ങൾ ഇത്തരം ഡിസിപ്ലിൻസിലൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഏർലി ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ്, അതേപോലെ ഫെമിനിസ്റ്റ് ആന്ത്രപ്പോളജിയുടെ ഒരു എമർജൻസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ, ഫെമിനിസ്റ്റ് മെത്തഡോളജി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ ചേഞ്ചിലേക്കൊക്കെ തന്നെ എങ്ങനെ ഫെമിനിസ്റ്റ് ക്രിട്ടിക്ക് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതും നമ്മുടെ ഡിസ്കഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഇനി യൂണിറ്റ് 15 നോക്കിക്കഴിഞ്ഞാൽ ഇന്റർപ്രറ്റീവ് എത്നോഗ്രഫി ആണ്. എവല്യൂഷൻ ഓഫ് ഇന്റർപ്രറ്റീവ് എത്നോഗ്രഫി. ഇന്റർപ്രറ്റീവ് എത്നോഗ്രഫി മീനിങ് ആൻഡ് മെത്തേഡ്, ഇതിന്റെ മീനിങ്ങും മെത്തേഡ്സും, അതേപോലെ ഇന്റർപ്രറ്റീവ് എത്നോഗ്രഫിക്കുള്ള ക്രിട്ടീക്കുകൾ, വേരിയസ് ആയിട്ടുള്ള ക്രിട്ടീക്കുകൾ നമുക്ക് യൂണിറ്റ് 15ന്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണാം. യൂണിറ്റ് 16ന്റെ അകത്ത് എത്തിക്സ് ആൻഡ് എത്നോഗ്രഫി. എത്നോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞു എത്തിക്കൽ കൺസേൺസ് ഉള്ള ഒരു ഭാഗമാണ് എത്നോഗ്രഫി എന്ന് പറയുന്നത്. നമ്മൾ ഡീൽ ചെയ്യുന്ന ആളുകളുണ്ട്, നമ്മൾ പാർട്ടിസിപ്പന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഒരുപാട് എത്തിക്കൽ ഇഷ്യൂസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. അപ്പൊ അതിന്റെ ഡിസ്കഷൻസ്, അതേപോലെ അതിന്റെ അകത്ത് വരുന്ന ഇൻഫോംഡ് കൺസെന്റ് എന്നൊക്കെയുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇൻഫോംഡ് ആയിട്ടുള്ള കൺസെന്റ്, അതേപോലെ വോളണ്ടറി ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഒക്കെ ഉറപ്പുവരുത്തുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രോസസ്സുകൾ ഫീൽഡ് വർക്കിന്റെ ഒക്കെ സമയത്ത് ഒരു റിസർച്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരം ഡിസ്കഷൻസ്, അനോണിമിറ്റി കൊടുക്കുക, കോൺഫിഡൻഷ്യാലിറ്റി കൊടുക്കുക, ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കുറിച്ചുള്ള
കഥകൾ അവരുടെ നെറേറ്റീവ്സ് എല്ലാം അതേപടി വരുന്നതിൽ പ്രശ്നമുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അത്തരം സമയങ്ങളിൽ അതിന് അനോണിമിറ്റി കൊടുക്കാനും ചില പ്രദേശങ്ങൾക്ക് തന്നെ അനോണിമിറ്റി കൊടുക്കാനൊക്കെ തന്നെ നമ്മൾ തയ്യാറാവേണ്ടതുണ്ടാവും. അപ്പൊ അത്തരം ഡിസ്കഷൻസ് അതേപോലെ സബ്ജക്ട്സിനെ ഡെസീവ് ചെയ്യാതിരിക്കുക, അവരെ കബളിപ്പിച്ചുകൊണ്ടുള്ള എഴുത്തുകൾ ഇല്ലാതിരിക്കുക, അവർക്ക് ദ്രോഹവും ഹാമും ഒക്കെ ഉണ്ടാവുന്ന തരത്തിലുള്ള എഴുത്തുകൾ ഇല്ലാതിരിക്കാനുള്ള ശ്രദ്ധയൊക്കെ തന്നെ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ഇത്രയും 16 യൂണിറ്റ്സ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റീഡിംഗ് എത്നോഗ്രഫീസ് എന്ന് പറയുന്ന പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും നോട്ടുകൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുകയും, നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോട്ടുകൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ എഴുതി വെക്കുകയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ്സിലൊക്കെ തന്നെ ക്ലാസ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ തരുന്ന സ്ലൈഡുകളിലുള്ള എഴുത്തുകള് അത് ഇംഗ്ലീഷിലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പൊ അത് അതേപടി എഴുതിയെടുക്കാതെ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും ടീച്ചർ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് വായിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ നോട്ട്സ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എക്സാം ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പറ്റട്ടെ. അപ്പൊ എല്ലാവരും വരുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു ക്ലാസ്സിലേക്ക്, ഈ ഒരു പേപ്പറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ഇൻട്രൊഡക്ടറി സെഷൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.